പക്ഷേ പിന്നീട് അങ്ങോട്ട് ഈ അസൂയയും ദേഷ്യവും എല്ലാം മാറ്റിവെച്ച് അല്ലെങ്കിൽ ഈ അസൂയയും ദേഷ്യവും എല്ലാം സുഹൃത്തുബന്ധങ്ങൾക്ക് വഴി മാറിയപ്പോൾ we were starting to know the real heart and soul of 98 batch. ഒരിക്കലും ഉണ്ടാക്കിയെടുക്കുന്ന സുഹൃത്തുബന്ധങ്ങൾ അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങൾ അതിന് എന്തൊക്കെ ത്യാഗങ്ങൾ ചെയ്യേണ്ടി വന്നാലും എന്തൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നാലും ഒരിക്കലും കൈമോശം വന്നു പോകരുത് എന്ന് നിർബന്ധമുള്ള ഒത്തിരി പേരുടെ നിങ്ങൾ 98 ബാച്ചിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്നും ഞങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും. Then I should tell you, in our third year, ക്ലിനിക്കൽ പോസ്റ്റിങ്ങുകളുടെ പുതുമകളിൽ അന്ന് അമ്പലത്തിൽ നിന്നിരുന്ന ഞങ്ങൾക്ക് എന്നും ഒത്തിരി ഉപദേശങ്ങളും പുഞ്ചിരിക്കുന്ന മുഖവുമായി എത്തുന്ന ഈ സീനിയേഴ്സ് ഒരു വലിയ ആശ്വാസമായിരുന്നു. And then again, the 98 batch has made some unique creative contributions to this medical college, Kottayam. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, തീഗോളങ്ങൾക്ക് നടുവിൽ നൃത്തച്ചുവടുകൾ വെച്ച് അഗ്നിനാളങ്ങൾ തുറന്ന ആ ഫയർ ഡാൻസ് ഇനി എത്രയോ നാളുകൾ ഞങ്ങളുടെ മനസ്സിലുണ്ടാവും. ഫൈനൽ ഇയർ ക്ലാസ് റെപ്രസെന്റേറ്റീവായും ഫിലിം സെക്രട്ടറിയായും സ്പൈഡർമാനായും എല്ലാം ഈ മെഡിക്കൽ കോളേജ് ക്യാമ്പസ് മുഴുവൻ പാറി പറന്ന് നടന്ന എന്ന പ്രവാസം. And that applies to each and every one of you who has given a contribution to this medical college in one way or another. That we stand here as a real monument, a star, a symbol, a promise that we will never forget you. And we the whole party medical college now stand together and wish each and every one of you the very best in your future. Thank you. Principal Dr. Sudhir Kumar sir, സ്നേഹം നിറഞ്ഞ ആദരണീയരായ അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഒത്തിരിയേറെ സന്തോഷവും അതിലേറെ അഭിമാനവുമായാണ് ഞങ്ങളെല്ലാവരും ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഈ മുൻപിൽ കവിത ഗൗണം തലപ്പാകം ധരിച്ച് ഓർത്തും പിരിച്ചുകൊണ്ട് പ്രതിജ്ഞയും പിടിച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്തപ്പോഴൊക്കെ ഞങ്ങൾ ജഗദീശ്വരന് നന്ദി പറയുകയായിരുന്നു. 1998 നവംബർ 4-ാം തീയതി ഈ മെഡിക്കൽ കോളേജിൽ കാലുവെച്ചപ്പോൾ മുതൽ ഞങ്ങൾ മെയ്യുന്ന ഒരു സുന്ദര സ്വപ്നമുണ്ട്. ആ സുന്ദര സ്വപ്നം ഇന്ന് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ ആഴങ്ങൾ തേടി മനുഷ്യജന്മത്തെ അടുത്തറിഞ്ഞ് നീണ്ട 5 വർഷത്തിന് ശേഷം ബിരുദവുമായി പുറത്തേക്ക് ഇറങ്ങുന്ന ദിവസം ഈ അസുലഭ മുഹൂർത്തത്തിൽ നിങ്ങളോടൊക്കെയുള്ള നന്ദിയാണ് ഞങ്ങളുടെ മനസ്സിൽ നിറയുന്നത്. ഒന്ന് തിരിച്ചു നോക്കുമ്പോൾ 1-ാം വർഷം ഇതേ ഓഡിറ്റോറിയത്തിൽ ആദ്യത്തെ ദിവസം മീറ്റിംഗ് വന്നത് ഇപ്പോഴും ഓർക്കുന്നു. ഇന്നലെ എന്നതുപോലെ ഞങ്ങളുടെ മനസ്സിൽ ആ നല്ല നാളുകൾ ഇപ്പോൾ മനസ്സിലായത്. ഇതിനിടെ അനാറ്റമിയും ഫിസിയോളജിയും ബയോകെമിസ്ട്രിയും പരീക്ഷകളും കഴിഞ്ഞു. അനാറ്റമി ക്ലാസ്സുകളിൽ നിന്ന് ഫോർമലിന്റെ പുകയില മണവുമായി കരഞ്ഞിറങ്ങുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഫിസിയോളജി ലാബിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുഖത്തും കോട്ടിലുമൊക്കെ കുറെ കൈയൊക്കെ അവിടെയും ഇവിടെയും പറ്റിയിരിക്കുന്ന കുറെ മുഖങ്ങൾ. ഇതൊക്കെ ഞങ്ങൾ ഇന്നും ഓർക്കുന്നു. അതും കഴിഞ്ഞ് പിന്നെ കുറെ അടിച്ചുപൊളിയ ദിവസങ്ങളായിരുന്നു. ചന്ദ്രപുരത്ത് എവിടെ കോലി വെച്ചാലും ആര് കോലി വെച്ചാലും അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളെ കുറെ കാലാപ്പിള്ളർ. അങ്ങനെ കുറെ ആർട്സ് ഫെസ്റ്റിവലുകളും കുറെ ഇലക്ഷനുകളും ഒക്കെ കടന്നു. അതിനൊപ്പം 2-ാം വർഷവും 3-ാം വർഷവും 4-ാം വർഷവും പിന്നെ ഏതോ ഒരു കോണിൽ ആരോ കുറിച്ച കുറച്ച് വാക്കുകൾ എന്നെ മനസ്സിൽപ്പെട്ടു. അത് ഇപ്രകാരമാണ്: നെബുലൈസേഷന് പോകാൻ ആളുകൾക്കും ഉപവാസത്തിന് വെറുതെയുള്ള 7 കുഞ്ഞുങ്ങൾക്കും മ്യൂസിക്കൽ എലീസിന്റെ ഉറപ്പുപാടുകളുള്ള ആ കുട്ടികൾക്കും ഫേഷ്യൽ പർപ്പസിന്റെ ബൃഹത്തിലിരിക്കുന്ന നെഫ്രോട്ടിക് യൂണിറ്റിനും കൊക്കോകോളയുടെ പ്രകൃതിമായ നെഫ്രോട്ടിക് കുറുമ്പന്മാർക്കും സൈനോസിന്റെ
നീരെല്ലാം ചിരിച്ചിരിക്കും ചോപ്പുകളും പൂക്കളെയും തൂക്കുകളെയും ഒക്കെ നഷ്ടപ്പെടാൻ ഏതെങ്കിലും തുണികൾക്കുമില്ല. ശേഷം എനിക്കും ഇല്ലാതെ നിങ്ങൾ ഈ വേദന ജീവിക്കുന്നറിയുവാൻ ഞങ്ങൾ അറിയില്ലല്ലോ. ഈ കലാലയത്തോട് യാത്ര പറയുമ്പോൾ ഈ അവസരത്തിൽ ഞങ്ങൾ ഏറ്റവും അധികം നന്ദിയുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരോടാണ്. ശർമ്മ സാറിന്റെയും ദയാനന്ദ ബാബു സാറിന്റെയും നൈറ്റ് ക്ലാസും പി ടി തോമസ് സാറിന്റെ സിംപോസിയവും ഒന്നും ഞങ്ങൾ ഒരിക്കലും മാറ്റില്ല. ഈ കലാലയത്തിലെ അധ്യാപക വിദ്യാർത്ഥി ബന്ധം അത്ര വലുതാണ്. ഒരു ദിവസം ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ എന്താണ് ഇന്നലെ വരാതിരുന്നതെന്ന് ചോദിച്ച് ചെവിക്ക് പിടിക്കുക, ഓരോ പുത്രവാചനത്തോടെ ഓരോ ചെവിയും മാറി മാറി തിരിയുക, ഇതൊക്കെ ദയാനന്ദ ബാബു സാറിന്റെ ഒരു ഹോബിയായി മാറി. എനിക്ക് തോന്നുന്നില്ല മറ്റൊരു കലാലയത്തിലും ഇങ്ങനെ ഒരു ചെവിക്ക് പിടുത്തമുണ്ടെന്ന്. സ്നേഹം നിറഞ്ഞ അധ്യാപകരെ, ഞങ്ങൾക്ക് നിങ്ങളോട് തീർത്താൽ തീരാത്ത കടപ്പാടാണുള്ളത്. നിങ്ങൾ പറയുന്ന വാക്കുകൾ ഞങ്ങളുടെ ജീവിതത്തിന് എന്നും അടിത്തറയായിരിക്കും. നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് തുയരാൻ ഞങ്ങൾ ആവുകയും ശ്രമിക്കുന്നതാണ് എന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളോടാണ് ഞങ്ങൾക്കിനിയും ഞങ്ങളുടെ കടപ്പാട് രേഖപ്പെടുത്താനുള്ളത്. കഷ്ടപ്പെട്ട് ഞങ്ങളെ പഠിപ്പിച്ച് ഇതുവരെ എത്തിയതിന് നന്ദിയുടെ വാക്കുകൾ പകരമാകുമെന്നറിയാം. ഞങ്ങളുടെ ജീവിതം തന്നെ ഒരു വഴിപാടായി നിങ്ങൾക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ മുൻപേ നടന്നുപോയ, മുൻപേ വഴി നടന്ന് വഴി കാട്ടിത്തന്ന ബഹുമാനപ്പെട്ട ഞങ്ങളുടെ സീനിയേഴ്സിനോട് വേണ്ട സമയത്ത് ഉപദേശവും ആത്മവിശ്വാസവും ഒക്കെ പകർന്നു തന്നതിന് ഒരുപാട് നന്ദി. ഔഷധത്തിന്റെ കാലയളവിൽ ഞങ്ങളെ പഠിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്ത ബിരുദാനന്തര വിദ്യാർത്ഥികൾക്കും ഒരുപാട് നന്ദി. ഇനി ജൂനിയേഴ്സിനെ പറ്റി ഓർക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കുള്ളത് ആദ്യം ഓർമ്മ വരുന്നത് 19 ക്ലാസ്സാണ്. അടുത്തടുത്ത ബാച്ചുകളായിരുന്നുകൊണ്ടാവും ബിപിൻ ജോസ് പറഞ്ഞതുപോലെ ഞങ്ങൾ എന്നും ഒരു പരസ്പരം മാത്സര്യ ബുദ്ധിയോടെയാണ് പ്രവർത്തിച്ചിരുന്നത്. ആർട്സ് ഫെസ്റ്റിവലിന്റെ കാര്യത്തിലാണെങ്കിലും, ഇലക്ഷന്റെ കാര്യത്തിലാണെങ്കിലും, പിന്നെ സ്പോർട്സ് ഫെസ്റ്റിവലിന്റെ കാര്യത്തിലാണെങ്കിലും, എന്താണെങ്കിലും ഇനി യൂണിയൻ പരിപാടികളുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഇതുപോലെയായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ഇതൊക്കെ മധുരിക്കുന്ന ഓർമ്മകളായി മാറിയിരിക്കുന്നു. ഇണക്കങ്ങളും പിണക്കങ്ങളും നിറഞ്ഞ ഈ കലാലയത്തിൽ നിന്ന് ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഞങ്ങളൊരു സത്യം മനസ്സിലാക്കുന്നു. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ ജൂനിയേഴ്സിനോട് ഞങ്ങളൊരു സത്യം പറയുവാനുണ്ട്. നിങ്ങളെ പിരിയുവാൻ ഞങ്ങൾക്ക് വിഷമമാണ്. ഇനി ഞങ്ങളെ ആരെങ്കിലും നിങ്ങളെ അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കുന്നു. ഇത് വെറും ഈ വാക്കുകളല്ല, മനസ്സിന്റെ അകാന്തരങ്ങളിൽ നിന്ന് വരുന്നത് തന്നെയാണ്. പിന്നെയുള്ള ജൂനിയേഴ്സ് 2001 ബാച്ചാണ്. 2000 ബാച്ചാണ്. ഹൗസ് ഓഫ് ജഡ്ജിയുടെ സമയത്ത് ഞങ്ങളുടെ കൂടെ ലേബർ റൂമിലുണ്ടായിരുന്ന ഇന്റേൺസ്, ഹൗസ് ഓഫ് ജഡ്ജും ലേബർ റൂം ഇന്റേൺസും തമ്മിൽ എന്നും ഒരു പ്രത്യേക ബന്ധമാണുള്ളത്. ഈ കരുതലിനും സ്നേഹത്തിനും ഞങ്ങൾക്ക് നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. 2000 ബാച്ചിനെ പറ്റി പറയുമ്പോൾ, 2001 ബാച്ചിനെ പറ്റി പറയുമ്പോൾ എന്ത് സഹായവും എപ്പോൾ വിളിച്ചാലും ഓടിയെത്തുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളാണ് അവർ. MHA ദിവസങ്ങൾ, MHനൊപ്പം ഒന്നിച്ച് പങ്കുവെച്ച ഒരുപാട് നല്ല നിമിഷങ്ങൾ ഞങ്ങൾ ഇതൊന്നും ഒരിക്കലും മറക്കില്ല. പിന്നെ 2002 ബാച്ച്, ഇന്നിവിടെ നടന്ന ഈ ചടങ്ങിനെ മുഴുവൻ കഴിഞ്ഞാൽ പഠിച്ചത് 2002 ബാച്ചാണ്. ഇത്രയും നല്ല ഒരു കോൺവൊക്കേഷൻ നടത്തുന്നതിന്, ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നല്ല ഒരു സ്റ്റേജ് ക്രമീകരിച്ചതിന് കോൺവൊക്കേഷൻ നടത്തുന്ന ബാച്ചും ഈ ബാച്ചും തമ്മിൽ എന്നും പ്രിയപ്പെട്ടതായിരിക്കും. ഇത്ര നന്നായി പരിപാടി ക്രമീകരിച്ചതിന് ക്ലാസിന്റെ പേരിൽ
98 ബാച്ചിന്റെ പേരിൽ ക്ലാസ് റെപ്രസെന്റേറ്റീവും മിഥുൻ റോഷനും ലേഡി റെപ്രസെന്റേറ്റീവും റോസ് ലേഡിക്കും പ്രത്യേക നന്ദിയാണ്. ഇവരെന്നും ഞങ്ങളുടെ കുഞ്ഞന്മാരും കുഞ്ഞന്മാരുമാണ്. ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹകരണത്തിനും ഒരുപാട് നന്ദി. ഇനി എനിക്ക് പറയുവാനുള്ളത് 90 ബാച്ചിലെ എനിക്ക് തന്നെ സഹപാഠികളോടാണ്. 90 ബാച്ചുകളിലേക്ക് നമ്മളെല്ലാവരും എപ്പോഴും പരസ്പരം അഭിമാനിക്കാറുണ്ട്. നമ്മൾ ഒന്നിച്ച് ഒരു ശക്തിയായ നിലയിലേക്ക് എഴുതാം. ആശ്വസിച്ചിലും പിരിച്ച ഒരു ലക്ഷ്യം നടത്തിയ ഒരു നല്ല ജോലിയും പിരിഞ്ഞും ഓർമ്മിക്കാൻ ഒരുപാടുണ്ട്. ഇതൊക്കെ നമ്മുടെ വിജയത്തിന്റെ ഓരോ പടവുകളായിരുന്നു. വിജയത്തിന്റെ ഓരോ പടവുകൾ പിടിച്ചെല്ലുമ്പോൾ ഒന്ന് നോക്കുക. നീണ്ട 5 വർഷത്തെ പഠനവും പരിശീലനവും പൂർത്തിയാക്കി പാവപ്പെട്ട മനസ്സുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് നോക്കുക. എല്ലായ്പ്പോഴും നമുക്ക് രോഗത്തെ സുഖപ്പെടുത്താനായി വരില്ല. വല്ലപ്പോഴും ഒക്കെ രോഗത്തെ സുഖപ്പെടുത്താനും മിക്കപ്പോഴും രോഗത്തിന് ശമനം കൊടുക്കുവാനും എന്നാൽ എല്ലായ്പ്പോഴും ആശ്വസിപ്പിക്കുവാനും ഭിഷകർക്ക് കഴിയും. ആശ്വാസം നിറഞ്ഞ 2 വാക്കുകൾ രോഗികൾ പറയുകയാണെങ്കിൽ അവന്റെ അസുഖം ഭേദമാകും. ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും നമ്മളെ തേടിയെത്തും എന്നതിൽ സംശയമില്ല. അപ്പോൾ മനുഷ്യസ്നേഹിയായ ഒരു നല്ല ഭിഷകനായിരിക്കുക. അതിന്റെ ആഴങ്ങൾ തേടി കാലുകൾക്ക് ചടുലത കൈവരിച്ച് കൈകളിൽ കരഞ്ഞത് നേടി മനുഷ്യജന്മത്തെ അടുത്തറിഞ്ഞ് ജീവന്റെ സ്പന്ദനത്തെ തൊട്ടറിഞ്ഞ് 6ാം ഇന്ദ്രിയം സ്വന്തമാക്കി കണ്ണുകളിൽ അനുകമ്പയുള്ള ഹൃദയത്തിൽ സ്നേഹം സൂക്ഷിക്കുന്ന ജീവന്റെ കാവൽക്കാരാവുക. സ്നേഹമുള്ളവരെ, ഇണക്കങ്ങളും പിണക്കങ്ങളും നിറഞ്ഞ കലാലയത്തിൽ നിന്ന് പിരിയുവാൻ നമ്മൾക്കൊക്കെയും വിഷമമുണ്ട്. പക്ഷേ ഒന്നോർക്കുക, വേർപാടാണ് ജീവിതത്തെ ധന്യമാക്കുന്നത്. വേർപാടിന്റെ ഈ സമയത്ത് ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ. ഒഴിഞ്ഞ മനസ്സുമായി ഓടിയെത്തി ഒരുന്നൂറ് ആശയങ്ങൾ ഒന്നിച്ചു ചെയ്ത് ഒഴിയുന്ന ദിനത്തിന്റെ സന്ദേശം ഒരിക്കലും മാറ്റാതെ ഓർമ്മയിലവ ഒതുക്കിയടക്കി ഒളിച്ചില്ലാതെ ഒരാൾക്കെങ്കിലും ഒന്ന് പുകച്ചാൽ ഒത്തുചേരലിന് ഒരർത്ഥമായി. 1000 ആശംസകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അസോസിയേഷൻ സെക്രട്ടറി എന്ന നിലയിൽ എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് കൊണ്ട് പ്രവർത്തിക്കുവാൻ എനിക്ക് ധൈര്യവും സപ്പോർട്ടും തന്ന എൻ്റെ സഹപാഠികളെ ഞാൻ സ്നേഹപൂർവ്വം ഓർത്തുകൊണ്ട് എൻ്റെ കർത്തവ്യങ്ങളിൽ ഭാഗത്ത് നിന്ന് നമ്മുടെ കോളേജിന് വേണ്ടിയിട്ട് 5 പൈസ സ്പോൺസർ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ അത് സെക്രട്ടറി ക്ഷണിച്ചു പ്രസിഡന്റ് ക്ഷണിച്ചു. I request our principal to come forward and receive the എല്ലാ വ്യക്തികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നത്